അർജന്റീൻ ടീമിന്റെ ഏറ്റവും വലിയ ഉത്തേജകമരുന്ന് മെസ്സി എന്ന ഇതിഹാസമാണ്. ഏത് കളിയായാൽ പോലും മെസ്സിക്ക് വേണ്ടി ജയിക്കണമെന്ന വാശിയാണ് ആ 10 പേരെയും മുൻപോട്ട് നയിക്കുന്നത്. ആ ഒരു വാശി തന്നെയാണ് അർജന്റീനയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഏറ്റവും വലിയ കാരണവും. 2011 കോപ്പ അമേരിക്ക തൊട്ട് നോക്കിയാൽ അത് മനസ്സിലാവുന്നതുമാണ്. അവർക്ക് മെസ്സി കഴിഞ്ഞിട്ടേ എന്തുമുള്ളൂ. മെസ്സിക്ക് വേണ്ടി അവർ ഏതറ്റം വരെയും പോകുമെന്ന് ഉറപ്പാണ്. ഒരു നായകൻ എന്ന നിലയിൽ മെസ്സിയും തന്റെ സഹതാരങ്ങൾ ഒരുമയോടെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ടീമിലെ ഓരോരുത്തർക്കും മെസ്സിയോടുള്ള സ്നേഹവും ആദരവും ഏത് ടീമിനെയും അസൂയപ്പെടുത്തുന്നുണ്ടാവണം. എന്നാൽ ഈ ടീമിനെ മെസ്സിക്ക് പുറകിൽ പട്ടാളത്തെ പോലെ അണിനിർത്തിയ സ്കാലോണി എന്ന മാന്ത്രികനാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. ഒരു വേൾഡ് കപ്പും 2 കോപ്പയും കൈവിട്ട ആ മനുഷ്യന്റെ വിരമിക്കിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന 3 പതിറ്റാണ്ടിന്റെ സങ്കടങ്ങൾ മാറ്റിക്കൊടുത്ത സ്കാലോണി എക്കാലത്തെയും അർജന്റീന ഇതിഹാസ കപ്പിത്താനായി മാറിക്കഴിഞ്ഞു. നിലവിലെ കോപ്പ അമേരിക്ക ഫൈനലിസ്റ്റ് വേൾഡ് കപ്പ് ചാമ്പ്യന്മാർക്ക് വീണ്ടും ഒരു ഫൈനൽ കൂടി വന്നിരിക്കുന്നു. ഖത്തറിൽ വെച്ച് ലോക കിരീടം നേടുമ്പോൾ എതിരാളികളുടെ പഴി കേൾക്കേണ്ടി വന്ന ലോകത്തെ ഒരേ ടീമാണ് അർജന്റീന. ഫൈനലിൽ എംബാപ്പെ 2 പെനാൾട്ടി ഗോളാക്കിയപ്പോൾ അത് മനങ്കവരലും മെസ്സി പെനാൾട്ടി എടുത്തപ്പോൾ അത് ഫിഫയുടെ ഒത്തുകളിയുമെന്ന വിചിത്രവാദം നമ്മൾ കണ്ടതാണ്. പല ടീമുകളുടെയും സ്ഥിതിഗതികളും മോശമാവുന്നത് കളിക്കാരും കോച്ചുമെല്ലാം തമ്മിലുള്ള മോശഭിപ്രായങ്ങൾ കൊണ്ടാവാം. എന്നാൽ അവിടെയാണ് അർജന്റീനയും സഹകളിക്കാരും വ്യത്യസ്തമാവുന്നത്. അവിടം പരാതികളോ പരിഭവങ്ങളോ ഒറ്റപ്പെടുത്തലോ ഇല്ല. അവർ ഒറ്റക്കെട്ടാണ്. ലക്ഷ്യം ജയം മാത്രമാണ്.